പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്ത്. ഖൊമേനിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നിന്ന് താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നതാണ് ഇപ്പോൾ അരാക്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന അമേരിക്ക ഇസ്രായേൽ ആക്രമണ സമയത്ത് താൻ ഖൊമേനിയുടെ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടുവെന്നും അരാക്ചി വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ആ ദിവസത്തെ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ജനീവയിലെ ചർച്ചകൾക്ക് ശേഷം അന്നേ രാവിലെ തന്നെ ഖൊമേനിയെ കാണാൻ ഓഫീസിലെത്തിയതായും യുദ്ധസാധ്യതയും നയതന്ത്ര ചർച്ചയുടെ പുരോഗതിയും സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നൽകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടന്നതെന്നതാണ് അരാക്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം അവർ ഇരുന്നിരുന്ന കെട്ടിടം നേരിട്ട് ആക്രമണത്തിന് വിധേയമായി എന്നും എന്നാൽ താൻ ഉണ്ടായിരുന്ന ഭാഗം പൂർണ്ണമായും തകർന്നില്ല. ആക്രമണത്തിന് ശേഷം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ തന്റെ ഏറ്റവും വലിയ ആശങ്ക ഖൊമേനിയുടെ അവസ്ഥ എന്താകും എന്നതായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണത്തെ ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക വഴിത്തിരിവായി തന്നെ അരാക്ചി വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ നേതൃത്വം തകരുമെന്ന് പലരും കരുതിയെങ്കിൽ പോലും ഇറാന്റെ ഭരണ സംവിധാനവും അതുപോലെ സ്ഥാപനങ്ങളും പ്രവർത്തനം തുടർന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതേസമയം ഖൊമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച് മുൻ മാസങ്ങളിൽ പരസ്പര വിരുദ്ധമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഫെബ്രുവരിയിൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഖൊമേനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അരാക്ചി പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ആക്രമണത്തിൽ ഖൊമേനിയുടെ മരണം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഖൊമേനിയുടെ ഓഫീസ് നേരിട്ടുള്ള ആക്രമണം, അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട വിദേശകാര്യമന്ത്രി, ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കയും ആകുലതയുമാണ് ഈ ഒരു അഭിമുഖത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ആക്രമണം ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ നേരിട്ട് ലക്ഷ്യമിട്ട നീക്കമായിരുന്നു എന്നതാണ് ഇറാന്റെ വിലയിരുത്തൽ. എന്നാൽ അത്ര വലിയ ആക്രമണത്തിനിടയിൽ പോലും രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ തകരാൻ പോലും താൻ അനുവദിച്ചില്ല എന്നും നല്ല രീതിയിൽ തന്നെ അവിടെ പ്രവർത്തനം തുടർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദവും. ഇറാന്റെ സ്വപ്നങ്ങൾക്കും ഭരണഘടനാ സംവിധാനങ്ങൾക്കും വലിയ ആഘാതമുണ്ടാക്കാൻ ശത്രുക്കൾ ശ്രമിച്ചുവെങ്കിൽ പോലും അവർ ലക്ഷ്യങ്ങൾ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ഖൊമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് അക്രമ സമയത്ത് നേരിട്ട് സ്ഥലത്തുണ്ടായിരുന്നുവെന്ന അരാക്ചിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിലാകട്ടെ ഈ വെളിപ്പെടുത്തൽ ഒരു യുദ്ധ അനുഭവത്തിന്റെ വിവരണം മാത്രമല്ല, മറിച്ച് ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട ആക്രമണത്തിന്റെ വ്യാപ്തിയും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും വിവിധ മേഖലകളിൽ സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ ശക്തികൾ തമ്മിലുള്ള ആ ഒരു അവിശ്വാസം ഇപ്പോഴും തുടരുന്നതിനാൽ തന്നെ മേഖലയിലെ സ്ഥിതി അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.